അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ നാട്ടിൽ നിന്നും ജോർജിയയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് വ്ളോഗാണ് ഈ ഒരു വ്ളോഗ്, ഈ ഒരു Q&A സെഷൻ വ്ളോഗ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, വ്ളോഗ് എവിടെ, സ്റ്റോറീസ് എവിടെ, പോസ്റ്റ് എവിടെ, അപ്ഡേറ്റുകൾ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഒന്നുമല്ല, നമ്മളെ നാട്ടിൽ ഞാൻ ഇപ്രാവശ്യം പോയിട്ട് എൻജോയ് ചെയ്ത ദിവസങ്ങൾ ചില്ലറയല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 20 ദിവസം 25 ദിവസം നിൽക്കാറുള്ളൂ. ഇപ്രാവശ്യം പോയിട്ട് അതിലേറെ എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് വിട്ടിട്ട് ഞാനിവിടെ എത്തിയതിന് ശേഷം എനിക്കൊരു 5 ദിവസം 4 ദിവസം എടുത്ത് അതിൻ്റെ ആ ഒരു ട്രോമ മാറിക്കിട്ടാൻ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ഒരു 4 ദിവസം എടുത്ത് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം അത് മാറിയതിൻ്റെ ശേഷം, അതായത് ആ ഒരു മെൻ്റൽ ട്രോമ മാറിയതിൻ്റെ ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വ്ളോഗ് ഇനിയിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ഫസ്റ്റ് വ്ളോഗായിട്ട് വരുന്നത് ഈ ഒരു Q&A ആയിരിക്കണം എന്നും എനിക്കുണ്ടായിരുന്നു. കാരണം ഇതെല്ലാവരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് Q&A എവിടെ ആയിരുന്നായിരുന്നു. അപ്പം ഞാൻ ആ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചെക്കന്മാരായിട്ടുള്ള ആ ഒരു മിസ്സിങ്ങും ആ ഒരു സംഭവങ്ങളൊക്കെ, ആ ഒരു ഇൻറ്റിമസി ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് അത്രയും സങ്കടം വരുന്ന ടൈമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് മാറട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു, അല്ലാതെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതല്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, എന്തിനാ ഇപ്പോൾ ഈ ചങ്ങായി ഈ റൂമിൻ്റെ ഉള്ളിൽ ഹുഡൊക്കെ ഇട്ടിരിക്കുന്നത്? കാരണം ഒന്നുമല്ല, പുറത്ത് -2 ആണ് ടെമ്പറേച്ചർ. നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 27, 28, 29 ഡിഗ്രി എന്നാണ് നേരം കെട്ട് പോകുന്നത്. ഇവിടെ ഒരാഴ്ചയും കൂടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. കാരണം ഈ ഹുഡ് ഇട്ടാണ് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൽ അത്രയും ആ ചൂടിന് നേരപ്പുറത്തേക്ക് പെട്ടെന്ന് വന്നപ്പം എനിക്ക് റൂമിൻ്റെ ഉള്ളിലുള്ള ഹീറ്റർ പോലും എനിക്ക് ഒരു ഇത് തോന്നുന്നില്ല. കാരണം എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ഡോറിൻ്റെ, അതായത് ഇപ്പം ബാൽക്കണീൻ്റെ ഡോറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാറ്റ് ചെറുമട്ടത്തിലൊക്കെ കയറും. അപ്പോൾ ആ ഒരു കുളിര് കയറുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ ഹുഡ് എടുത്താണ് മേത്തോട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹുഡ് ഇട്ടാണ്ട് വീഡിയോയിൽ വന്നത്, അല്ലെങ്കിൽ ടീഷർട്ട് ഇട്ട് ഇരിക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, Q&A സെഷനിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ നിന്ന് ജോർജിയയിലേക്ക് വരുന്നതിൻ്റെ 2 ആഴ്ച മുന്നോടിയായിട്ട് ഞാൻ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ, എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കാൻ പറ്റാത്ത പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരുവിധം പ്രേക്ഷകർക്ക് അറിയാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ്, എന്നാലും അവർ ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത്, ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഐപാഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 600ഓളം ക്വസ്റ്റ്യൻസ് വന്നതിൽ ഞാൻ 15 മാത്രം സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 600 എണ്ണത്തിൽ ഏകദേശം ഒരു 60-70ഓളം ക്വസ്റ്റ്യൻസ് കോമൺ ആയിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ആ കോമൺ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോമൺ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത്. കാരണം ഒരുവിധം എല്ലാവരും ചോദിച്ചിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത Q&A പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്, കൂടുതൽ ആളിനോട് ചോദിച്ചിട്ടുള്ളത് ഏജാണ്. എൻ്റെ വയസ്സ് അറിഞ്ഞിട്ട് എന്തിനാ പൊന്നാര മക്കളെ നിങ്ങൾക്ക്? എൻ്റെ വയസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചത് 1997 ഡിസംബർ 24-നാണ്. അതായത് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് 8ാം മാസത്തിലാണ്. 8ാം മാസത്തിൽ പ്രസവിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. കാരണം 8ാം മാസത്തിൽ പ്രസവിച്ചത്, അത് പ്രീമച്വർ ബർത്ത് ആകുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ അമ്മക്ക് ചെറുപ്പത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നെ നേരം ഉണ്ടായിട്ടുള്ളൂ. കാരണം ബ്രീത്തിങ് ഇഷ്യൂ നല്ല ഉണ്ടാവും. കാരണം നമുക്ക് ശ്വാസം കിട്ടൂല, നമ്മൾ ചിലപ്പം ഇങ്ങനെയൊക്കെ കിടക്കും. അതായത് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ കിടക്കും കുട്ടികൾ. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് ഉമ്മ നേരെ അതായത് കൗത്തിട്ടുകൊണ്ട് നേരെ പുറത്ത് 4 കൊട്ടൊക്കെ കൊട്ടും, അപ്പോൾ ശ്വാസം വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രഗ്ലിങ് ലെവലാണ് പഠിച്ചത് നമുക്ക് ചെറുപ്പം മുതലേ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും കര കയറിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1997 ഡിസംബർ 24-നാണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 2025 ഡിസംബർ 24-നാട്ടോ എനിക്ക് 28 ആവുള്ളൂ. ഇപ്പോൾ എനിക്ക് 27 അപ്പോൾ ഏജിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞില്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ആൻഡ് സിബ്ലിങ്സ്. കുറേ ആൾക്കാർ, ഞാൻ കണ്ടിട്ടില്ല എന്ന് നടിക്കല്ല, കുറേ ആൾക്കാർ നമ്മളെ യൂട്യൂബിലാണെങ്കിലും നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഫാമിലി വ്ളോഗ് ചെയ്യുമോ, ഹോം ടൂറ്, വീട്ടുകാരെന്താണ് നിങ്ങൾ യൂട്യൂബിൽ കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അപ്പോൾ അതൊന്നുമല്ല നമ്മളുടെ, അതായത് നമുക്ക് ഇതിലൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ വീട്ടുകാരുണ്ടല്ലോ, നമ്മളുടെ വീട്ടുകാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ മുന്നിൽ വന്ന് ശീലമില്ലാത്ത ആൾക്കാരാണ്, വീഡിയോൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാത്ത ആൾക്കാരാണ്. ഇപ്പോൾ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഉമ്മ വേഗം എന്തെങ്കിലും വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഉമ്മ അപ്പോൾ അതിന് വേഗം മുഖം പൊത്തും, അല്ലെങ്കിൽ തട്ടിടും, അവിടേക്ക് പോകും, ഇവിടേക്ക് പോകും. അത് ഭയങ്കര കുറവാണ് വീഡിയോൻ്റെ മുന്നിൽ വരിക എന്നുള്ളത്. അല്ലാതെ ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടല്ല, വീഡിയോൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇന്നാളിപ്പോൾ ബാസിൽ ഉമ്മാനെ വിളിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ നാടുകാണി കയറിയിനി, ബാസിൽ എന്നോട് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം തെറ്റിക്കാണ്ട് വന്നിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ്, അതായത് എന്നോട് ഇന്ന സോപ്പിടാൻ വന്നു പറഞ്ഞാണ്ട് ഞാൻ ചെയ്തതിൻ്റെ വ്ളോഗ് ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു പാർട്ട് ബാസിൽ ഓൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ബാസിൽ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ എൻ്റെ ഉമ്മാനെ വിളിച്ചാണ്ട് ഇങ്ങനെ, അതായത് ഇവരെന്നെ ഇവിടെ തന്നെ നിൽക്കാൻ നിർബന്ധിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞാണ്ട് അതിലൊരു സാധനം ഉണ്ടായിരുന്നു. അതന്നെ ഉമ്മാക്ക് ഭയങ്കര എന്താണ് ലൈക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം യൂട്യൂബ് വ്ളോഗിലൊക്കെ എൻ്റെ സൗണ്ട് വന്നില്ലേ, അതെന്താ ഇനി ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. ഇനി നമ്മൾ നേരെ സ്കൂള് അല്ലെങ്കിൽ മദ്രസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഫ്രണ്ട്സ്, അങ്ങനത്തെ ആ ഒരു രീതിയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ പെട്ടെന്നാണ് നമുക്ക് ഇത്രയും വലിയൊരു ഫാമിലിയും കാര്യങ്ങളും നിങ്ങളെപ്പോലത്തെ ഫാമിലീസൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഓക്കെയാണ്, നമുക്ക് വീഡിയോ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഫാമിലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കി, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്, എല്ലാവരും പെരക്കാരൊപ്പം വ്ളോഗ് ചെയ്യുന്നുണ്ട്, നിങ്ങളിൻ്റെ ഒപ്പം വന്നിരുന്ന് ചെയ്യുമെന്ന് പറയാൻ ഇന്നെ കിട്ടൂല. ബാക്കിയുള്ളവരൊക്കെ അതായത് നമ്മളെ ഫാമിലിൻ്റെ കാര്യം നമ്മൾ നോക്കണമല്ലോ. കാരണം അവർക്കത് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നിർബന്ധിക്കുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അല്ലാതെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾ കാണാതെ, അതായത് കണ്ണെത്തിക്കാണ്ട് ആ ചോദ്യം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടലല്ല. ഞാനിത് കറക്റ്റ് കാണുന്നുണ്ട്, പക്ഷേ അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ വ്ളോഗിലൂടെ തന്നെ തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. കാരണം ഒന്നുമല്ല, നമ്മൾ എന്താണ്, അത് ഞാൻ അടുത്ത വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ? കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ എനിക്ക് തോന്നി ഈ ക്വസ്റ്റ്യൻസത്തെ കുറേ ഉത്തരങ്ങൾ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഞാൻ ഈ പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ കരിയർ എന്നുള്ളതാണ്. കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് ബിസിനസ് ഫീൽഡിൽ മാത്രം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞുതരാം. നമ്മൾ എല്ലാവരും സൗദിയിലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ 9th 10th നാട്ടിൽ പഠിക്കുക, കാരണം SLC വരാണ്ട്, പിന്നെ +1 +2 അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ. അതായത് നിർമ്മല HSS എരുമമുണ്ട സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്റ്റക്കായിപ്പോയി. കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീമോ ഡിസയറോ കാരണം പാഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനായാലും ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. കാരണം 1 മുതൽ +2 വരെ ഭയങ്കര സുഖമാണ്, കാരണം അങ്ങോട്ട് പോയാൽ മതി. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റക്കാവും, ഇനിയിപ്പോൾ എന്താ എടുക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപ്പാൻ്റെ വലിയ ഡ്രീമായിരുന്നു എന്നെ ഡോക്ടറാക്കുക എന്നുള്ളത്. അപ്പോൾ ഉപ്പ അതെന്നോട് ഇങ്ങനെ അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നായിക്കോട്ടെ ഉപ്പാൻ്റെ ഡ്രീമാണ്, അപ്പോൾ നമുക്കത് നോക്കി നോക്കാം എന്നുള്ള രൂപത്തിൽ നമ്മൾ നാട്ടിൽ തന്നെ അഡ്മിഷൻ നോക്കി. കാരണം ഞാൻ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. നീറ്റിൻ്റെ അന്നത്തെ എൻ്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തില്ല, നാട്ടിൽ അഡ്മിഷൻ കിട്ടും, പക്ഷേ ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിലും ഫീസ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ അബ്രോഡ് ഓരോ കൺട്രീസ് നോക്കിയത്. അപ്പോൾ നോക്കിയൊക്കെയപ്പോൾ ജോർജിയ നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ജോർജിയയിൽ അഡ്മിഷൻ എടുത്തു. ഞാൻ ജോർജിയയിൽ എത്തിയതിന് ശേഷം നമുക്ക് നാട്ടിലെ തന്നെ കുറേ സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മളൊരു റൂംമേറ്റ്സായി നമ്മളങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, 2016 ഞാൻ ഇവിടെ എത്തിയത്. 2017 നമ്മൾ ചെക്കന്മാരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട്, കാരണം റെൻ്റായാലും ഫീസായാലും നമുക്കത് കോപ്പപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അന്നേ ഞങ്ങൾ വീട്ടിൽ പൈസ ചോദിക്കാൻ മടിയുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ എന്തെങ്കിലും ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആൽപൈൻ ഹോളിഡേയ്സ് നമ്മളുടെ സ്വന്തം കമ്പനിയാണ്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അൽഹംദുലില്ലാ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സ് വന്നു. ഇപ്പം നമുക്ക് ഒരു മാസം തന്നെ കുറേ ടൂറിസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യൽ തുടങ്ങി. പാർട്ട് ടൈമായിട്ട് അവരെ ഗൈഡായിട്ട് വിടാൻ തുടങ്ങി. അവർ പോവും, എന്നിട്ട് ഇവരെ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ചില ടൈമിന് എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഓട്ടം പോവും. അതായത് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ക്ലാസ് കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പോവും.
അങ്ങനെ പോയിട്ട് ഒരു ദിവസം ഒരു ടൂറിസ്റ്റിനെ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈമിനാണ്, എനിക്ക് തോന്നുന്നു 2017 ഈ ഒരു സംഭവം ആക്കാൻ പോകുന്ന ടൈമിനാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടത്. അതായത് കുറച്ച് സ്റ്റുഡൻസ് ടിബിലിസി എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കുകയാണ്. അന്ന് ഈ ടൂറിസ്റ്റുകളാക്കാൻ പോയ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മണിയോളം ടൈമായിട്ടുണ്ട് വൈകുന്നേരം. അപ്പം വിൻ്ററാണ്, പ്രോപ്പർ വിൻ്ററാണ്, എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി ടൈമാണ്. അപ്പോൾ ഇവരെ ആക്കാൻ പോയ ടൈമിൽ ഞാൻ ഈ കുട്ടികളവിടെ കാണുന്നുണ്ട്, ഭയങ്കര പരിഭ്രാന്തി, ഒരു പേടിയോടെ നിൽക്കുകയാണ്. ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ നേരെ നമ്മളെ പണി നോക്കി പോയി തിരിച്ചു വന്ന ടൈമിന് ഞാൻ പാവം തോന്നിയിട്ട് ഇവരോട് ചോദിച്ചു, എന്താ മക്കളെ പ്രശ്നം, നിങ്ങൾ കുറേ നേരം ഇവിടെ നിൽക്കുന്ന എന്താ സംഭവം ചോദിച്ചു. അപ്പോൾ അതിലൊരു 2 മലയാളി കുട്ടികളും ഒരു കർണാടകയിൽ നിന്നുള്ളൊരു കുട്ടിയും പിന്നെ ഒരു അതായത് തമിഴ്നാട് എന്നുള്ളൊരു കുട്ടി, ഇങ്ങനെ ഒരു 4 പേരുടെ ഗ്യാങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ട് മലയാളിയും അല്ല, ഒരു മലയാളിയും 2 കന്നഡയും ഒരു തമിഴും. അങ്ങനെ ഈ 4 കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഏജൻസി ഇങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അഡ്മിഷൻ എടുത്ത ഏജൻസിക്കാർ നമ്മളെ ടിബിലിസി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഇന്ന് തന്നെ അസിസ്റ്റ് ചെയ്ത് കണ്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏജൻസിക്കാരുടെ നമ്പറൊന്ന് തിരിഞ്ഞ് ഞാൻ വിളിച്ചു നോക്കാം, കാരണം എൻ്റെ അടുത്ത് ജോർജിയൻ സിം കാർഡ് ഉണ്ട്. ഞാൻ വിളിച്ചു നോക്കിയിട്ട് അവർ എടുക്കുന്നില്ല. 2-3 വട്ടം ട്രൈ ചെയ്ത് എടുക്കുന്നില്ല. 4-മത്തെ വട്ടം അവർ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കാരണം എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഇതെന്തോ ഉടായ്പാണ് എന്നുള്ളത് മനസ്സിലായി. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു കുട്ടീൻ്റെ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു 7 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തിക്കാൻ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ട്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, കാരണം അവരുടെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരെ നമ്മളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നേരെ നമ്മളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ അവരെ അക്കമഡേറ്റ് ചെയ്തു. അവർക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരുടെ കയ്യിൽ അപ്പം തന്നെ ഇത് അന്യനാട്ടിലേക്ക് വരികയാണല്ലോ, അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് അവർ റെൻറ്റ് കൊടുത്തിട്ട് അവിടെ നമ്മൾ സെറ്റാക്കി കൊടുത്തു. പിറ്റേന്ന് നമ്മളവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്കിയപ്പോൾ ഇവരുടെ അഡ്മിഷൻ പോലും ഈ ഏജൻസിക്കാർ എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഡ്മിഷൻ ഇല്ലാതെ എങ്ങനെ വിസ കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, GCCന്ന് നമുക്ക് ഓണറേവലാണ് നിൽക്കുക. കാരണം അന്ന് നമുക്കൊന്നും അറിയില്ല, കാരണം 2017 GCCന്ന് നമുക്ക് ഓണറേവലാണ് നിൽക്കുക, നമുക്ക് വിസ വേണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നതാണ്. കാരണം GCCയിൽ ഓണറേവലിൽ നമ്മൾ ജോർജിയയിലേക്ക് വരുമ്പോൾ ടൂറിസ്റ്റായിട്ടേ വരാൻ കഴിയുള്ളൂ, സ്റ്റുഡൻ്റായിട്ട് നമുക്ക് ഒരിക്കലും ഇവിടെ വരാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ കുട്ടികളുടെ അഡ്മിഷൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിരിക്കണം. അതുപോലും ചെയ്യാതെ ആ ഭാഗങ്ങളെ ബാങ്ക് രീതിയിൽ ഇവർ സീനാക്കി കളഞ്ഞു. കാരണം ഞാൻ ലാസ്റ്റ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവരോട് അവതരിപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു അഡ്മിഷൻ പോലും ഇല്ല. അപ്പോൾ അവർ കുറേ വീട്ടുകാരൊക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടെ ഫുള്ള് സഹായിച്ചു. അങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ സെക്ടറിൻ്റെ ഫീൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് നമ്മൾ ഈ ട്രാവൽ ആൻഡ് ടൂറിസം കൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങൾ നമുക്ക് തുടങ്ങിയാലോ. കാരണം ഓൾറെഡി ബാക്കിയുള്ള ആളുകൾ വൃത്തികേടായിട്ട് ചെയ്ത് കണ്ട് കുട്ടികളുടെ പൈസയും വാങ്ങിക്കാണ്ട് ഇവിടെ വെറുതെ ഇടുന്നുണ്ട്. അത് നമുക്ക് മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകും, അവർക്കും അതൊരു ബെനിഫിറ്റാണ്. കാരണം അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതായത് പറയുമ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ, എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു, മുന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ആ വർഷം ഞങ്ങൾ ഏകദേശം ചെയ്ത അഡ്മിഷൻസ് പറയുന്നത് ഒരു 5 അഡ്മിഷനോ 6 അഡ്മിഷൻ എത്തിയുള്ളൂ കഷ്ടിച്ച്. അത് ചെയ്ത് കഴിഞ്ഞു. അവരെ ഫുള്ള് കാര്യങ്ങളും പേപ്പർ വർക്കാണെന്നുണ്ടെങ്കിലും ഇവർക്ക് റൂമാണെന്നുണ്ടെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ ത്രൂ റെക്കമെൻഡേഷനിലൂടെ നമ്മളെ കുറേ ആളുകൾ അറിയാൻ തുടങ്ങി. അങ്ങനെ കുറേ ആളുകൾ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, 2019-20 ടൈമിന് നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, ബെയ്റൂട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മളുടെ തന്നെ കുട്ടികളായിട്ടുള്ള ഏകദേശം 700-800ഓളം കുട്ടികൾ ഇവിടെ ജോർജിയയിൽ പഠിക്കുന്നുണ്ട്. MBBS, നഴ്സിംഗ്, BBA, MBA അങ്ങനത്തെ കോഴ്സുകൾ, മെഡിക്കൽ പരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ളതാണെങ്കിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലസ് പോയിൻ്റ്, അതായത് അഹങ്കാരം കൊണ്ടോ വേറെ ഒന്നുകൊണ്ടോ പറയല്ല, നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലും അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പം ഓഫർ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബ്രോഷറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും. ഇതിൽ പെടാത്ത എന്ത് കാര്യം കുട്ടികൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. കാരണം നമ്മളും സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്ന ആളുകളാണ്, നമ്മളും ആ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി അബ്രോഡും ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മളുടെ കമ്പനീസ് രണ്ടും അടിപൊളിയായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. അതിന് പടച്ച തമ്പുരാൻ്റെ സഹായം അല്ലാതെ ഒരിക്കലും അത് നടക്കില്ലായിരുന്നു. കാരണം അന്ന് നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. കാരണം ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ നിന്ന അവസ്ഥ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ്
ക്രെഡിറ്റും പടച്ചോൻ തന്നെയാണ്. കാരണം നമ്മളന്ന് പ്രാർത്ഥിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് പടച്ചോൻ നടത്തി തരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കീപ് ഡ്രീമിങ്. നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളതായിട്ടുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളായിട്ട് അതിലൊരു ട്രസ്റ്റ് വെക്കുക. അതായത് നമ്മളെ തന്നെ ബിലീവ് ചെയ്യുക. അത് തന്നാലെ സക്സസ്സിലേക്ക് പോയിക്കോളും. അപ്പം എൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം നമ്മൾ MBBS ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. അതങ്ങനെ 6 വർഷം ഞാനിവിടെ പഠിച്ച് കഴിഞ്ഞു. MBBS കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. കാരണം ഉപ്പാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന ഡോക്ടറാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പാനോട് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഉപ്പാൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഡോക്ടറായിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നമുക്ക് FMGൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം. ഇവിടുന്ന് MBBS പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ എക്സാം എഴുതിയാലേ നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപ്പാനോട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്തായാലും 2-3 വർഷം ഞാനത് ബ്രേക്ക് എടുക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ റൺ ചെയ്ത് പോകുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഞാൻ തുടങ്ങി വെച്ചതൊരു പർപ്പസിലാണ്. അത് എൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല. നമ്മൾ അത്രയും സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിട്ടയച്ചിട്ടുള്ളത് നമ്മളുടെ ഒരു ട്രസ്റ്റ് കൊണ്ട് നമ്മളിവിടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ വേണം. അപ്പോൾ 2-3 വർഷം കൂടി ഞാൻ നോക്കട്ടെ, കമ്പനി റൺ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് അൽഹംദുലില്ലാ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും സ്റ്റാഫിനെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് എനിക്ക് ഓരോ ആഗ്രഹപ്രകാരം തന്നെ നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ നാട്ടിൽ ഇപ്പോൾ എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ നോക്കാം. ഞാൻ MBBS ഗ്രാജുവേറ്റ് ആയത് 2023-ലാണ്. എനിക്ക് 2033 വരെ ടൈമുണ്ട് ഈ എക്സാം എഴുതാൻ. 10 വർഷത്തെ ടൈമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും, അതായത് ഈ ഒരു ബിസിനസ് കാര്യങ്ങൾ റൺ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതന്നെ കൊണ്ട് നടന്നേക്കാം. ചിലപ്പം കംപ്ലീറ്റ്ലി ഡോക്ടർ എന്നുള്ളൊരു ഫീൽഡ് ഞാൻ വിട്ടു പോയേക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പുറത്തായതുകൊണ്ട് നമ്മൾ കൂടുതൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വെക്കുന്നത് ഈ ഒരു സംഭവക്കാരം. കാരണം ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് തുടങ്ങി വെച്ചതെന്നുണ്ടെങ്കിലും അതിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോവുക. ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പഠിച്ചിറങ്ങിയ ഡിഗ്രി ഇതായതുകൊണ്ട് നമ്മൾ ഇത് തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളത്, കാരണം ഡോക്ടർ എന്ന് പറഞ്ഞുള്ള പ്രൊഫഷൻ അത്രയും നല്ലൊരു പ്രൊഫഷനാണ്. കാരണം അത് വിട്ടിട്ട് ഞാൻ ഇതിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം നമ്മളല്ലാത്ത ടൈമിന് നമ്മളെ സഹായിച്ചത് ഈ ഒരു ബിസിനസ് കാര്യങ്ങളാണ്, ഈ ഒരു കമ്പനിയാണ്, ഇങ്ങനത്തെ കമ്പനീസാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേമും കാര്യങ്ങളാണ്. അപ്പോൾ അത് വിട്ടിട്ട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇത് മുന്നോട്ട് തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് പോവുകയാണ് ഇപ്പോഴും. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഫെബ്രുവരി ഇൻടേക്ക്, അതായത് ജോർജിയയിൽ മെയിനായിട്ട് 2 ഇൻടേക്കാണ് ഉള്ളത്. സെപ്റ്റംബറിലും കുട്ടികൾ വരുന്ന ടൈം, ഫെബ്രുവരിയിലും കുട്ടികൾ വരുന്ന ടൈമുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി ഇൻടേക്കത്തെ കുട്ടികൾ വരുന്ന ടൈമാണ് നമ്മളുടെ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് അവരെത്തി തുടങ്ങും. അപ്പോൾ അതിൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഠിത്തം കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടും പോയാൽ പോരെ, ബിസിനസ് അവിടെ ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടും പോയാൽ പോരെ. അതിൻ്റെ സിറ്റുവേഷൻസ് ഇതാണ്. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. ഒരു കുട്ടീൻ്റെ ഫ്യൂച്ചറാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇവരുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന പണികളാണ് ഇനിയും എനിക്കുള്ളത്. ഈ ഒരു 2 വീക്ക്, ഈ ഒരു 2-3 വീക്ക്, അതായത് ഫെബ്രുവരി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി ഒരു 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. 2 ആഴ്ച കൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് കുട്ടികളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് എൻ്റെ കരിയർ എന്ന് പറയുന്നത്. അതായത് MBBS പഠിച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ അതാണ്. കാരണം നമുക്ക് ഒറ്റ കാര്യം വെച്ചാൽ നമുക്ക് വിശന്ന് ഇരിക്കുന്ന ടൈമിന് നമുക്ക് ഒരു തുള്ളി ഫുഡ് വാങ്ങിത്തന്ന ഒരാൾ, ഒരു ഫുഡ് വാങ്ങിത്തന്ന ഒരാൾ ഇപ്പുറത്താണെന്നുണ്ടെങ്കിലോ ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പൈസകൾ നമ്മളെ കൊണ്ട് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്ക് കുറേ പൈസ തരാം, ഇവരുടെ കൂടെ വരുമോ, ഈ ഫ്രണ്ടിനെ ഒഴിവാക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു വറ്റ് പോലും കഴിക്കാൻ പറ്റാത്ത ടൈമിന് നമുക്കൊരു ഫുഡ് വാങ്ങി തന്ന ഒരാളെ നമ്മൾ മറന്നിട്ട് പോകുമോ? ഇല്ലല്ലോ. അതേ ഞാനും ചെയ്തോളൂ. നമ്മളുടെ ഈ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, ഈ ഒരു കമ്പനി സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും, സ്റ്റഡി അബ്രോഡ് ആണെന്നുണ്ടെങ്കിലും, ട്രാവൽ ആൻഡ് ടൂറിസം ആണെന്നുണ്ടെങ്കിലും അതങ്ങനെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പോകാൻ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാരണം വാട്ട്സ് യുവർ കരിയർ എന്നുള്ളതിൽ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്ളോഗിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, വൈ ഡിഡ് യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ? എന്തിന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി? അപ്പോൾ അതെനിക്ക് തോന്നുന്നു, ഞാൻ അർഷിക്കും നബീലും ഹനാനും ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം.
ഹർഷിയും നബീലും ജോർജിയയിലേക്ക് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഹർഷി എന്നോട് പറഞ്ഞു, അസറോ ഈ എന്തായാലും എൻ്റെ അടുത്ത് ഗോപ്രോയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഈ ലൈക്ക് നമ്മൾ വരുന്ന കാര്യങ്ങളും ഇതൊക്കെ വ്ളോഗ് എടുത്ത് തുടങ്ങിക്കോ, എന്തായാലും ഈ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിക്കോ, നമുക്കതൊരു മെമ്മറി ആയിട്ട് വെറുതെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹർഷിയ മൈക്ക് വേണ്ട കഴിഞ്ഞാൽ, അപ്പോൾ അവൻ പറഞ്ഞ മൈക്ക് ആമസോണിൽ നോക്കുകയാണ്. അങ്ങനെ ഞാൻ മൈക്ക് വാങ്ങി, അതാണ് ഈ മൈക്ക്. അപ്പോൾ ഞാൻ മൈക്ക് വാങ്ങി ഓർഡർ ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നബീലാണ് ഇവിടെ ഫസ്റ്റ് ജോർജിയയിലെത്തി. കാരണം രണ്ടാളും അറ്റ് ടൈം ടിക്കറ്റ് എടുത്തിട്ട് രണ്ടാൾക്കും ഒരേ ടൈമിൽ ഇവിടെ എത്താൻ പറ്റില്ല. കാരണം കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ നബീൽ ഇവിടെ ഫസ്റ്റ് എത്തിയപ്പോൾ ഞാൻ അവനെ പ്രാങ്ക് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ആളുകൾ കണ്ടു, നല്ല കമൻറ്റും കാര്യങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്ക് സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻസ് വരുമല്ലോ, ഓക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹർഷി നബിയിൽ പോണ വരെയുള്ള വ്ളോഗുകളാണെന്നുണ്ടെങ്കിലും ഇവരെ ട്രാവൽ ജോർജിയ എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊക്കെ എത്തിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ എന്ത് ചെയ്തത്, യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അല്ലാതെ ഇതിൽ നിന്ന് വരുമാനം വരുത്താനോ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാനോ ഒന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ മുന്നേ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ ഇൻസ്റ്റാഗ്രാം മാത്രമുള്ളൂ ഇനി, അതിലെല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിലിടുന്ന ഒരാളേനി ഞാൻ. പക്ഷേ ഹർഷിയും നബിയിലും വന്ന അന്ന് എന്നോട് പറഞ്ഞു യൂട്യൂബ് വ്ളോഗ് തുടങ്ങിക്കോ, അതിൽ ഈ ഡെയിലി ചെയ്യുന്ന കണ്ടൻറ്റുകൾ, ഈ ഡെയിലി എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ആളുകളെ കാണിച്ചു കൊടുത്തോളൂ, കണ്ടിരിക്കാൻ ആൾക്കാരുണ്ടാവും, നോക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻസ് തന്നത് ഹർഷി തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഫൈനലി അങ്ങനെ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു 70,000-ഓളം ആളുകൾ അംഗങ്ങൾ ആയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിനെല്ലാവരോടും ഈ 70,000-ലുള്ള ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ കൂടെ ഉണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിനെല്ലാവരോടും ഭയങ്കര ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, യൂട്യൂബിൽ കാണുന്ന പോലെ എപ്പോഴും എനർജറ്റിക് ആണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. കാരണം യൂട്യൂബിൽ കാണുന്ന പോലെ എപ്പോഴും എനർജറ്റിക് അല്ല. ചില ടൈമിന് നമുക്ക് സങ്കടങ്ങൾ വരുന്ന ടൈമുണ്ട്, ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരുന്ന ടൈമുണ്ട്, ചില ടൈമിൽ നമ്മൾ കംപ്ലീറ്റ്ലി തകരുന്ന ടൈമുണ്ട്. എപ്പോഴും എനർജറ്റിക് അല്ല. അതായത് നാട്ടിലെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്. പക്ഷേ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരേപോലെ അല്ലല്ലോ. അതായത് ചില ആളുകൾക്ക് സങ്കടം വരുന്ന ടൈം ഉണ്ടാവും, ചില ആളുകൾക്ക് ദേഷ്യം വരുന്ന ടൈം ഉണ്ടാവും, ചില ആളുകൾക്ക് പല വിധത്തിലുള്ള ഫീലിങ്സ് വരുന്ന ടൈം ഉണ്ടാവും. അപ്പോഴൊന്നും നമുക്ക് എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ കഴിയൂല. അപ്പോൾ യൂട്യൂബിൽ കാണുന്ന പോലെ എപ്പോഴും എനർജറ്റിക് അല്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എബൌട്ട് കാർ ആൻഡ് നമ്പർ പ്ലേറ്റ്. കാർ ആൻഡ് നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പം ജോർജിയയിലെ വണ്ടിനെ പറ്റിയാട്ടോ ആളുകൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജോർജിയയിൽ എടുത്തിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് മിനി കൂപ്പറായിരുന്നു 2023. അതായത് 2016 മുതലേ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റ് ഓടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിന് ശേഷം നമ്മൾ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത് നമ്മൾ റെൻറ്റ് ചെയ്തിട്ടാണ്. വണ്ടികളൊക്കെ റെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് വന്നൊക്കെ റെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ടൂറിസ്റ്റ് ഓടാൻ പോവും, ഗൈഡായിട്ട് പോവും, ഇവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കും. അന്ന് മുതലേ എനിക്കുള്ളൊരു ഡ്രീമായിരുന്നു സ്വന്തമായിട്ടൊരു വണ്ടി ഇവിടെ വാങ്ങിയിടണം. അങ്ങനെ 2023 ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങുന്നത്. അതിൻ്റെ മുന്നിൽ നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് കുറേ വണ്ടികൾ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിയത് 2023. അത് മിനി കൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു അത്. അതെന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് ചെക്കന്മാരെയാണ് ഞാൻ അവിടെ വണ്ടി ഏൽപ്പിച്ചത്. അവരുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് അതൊരു സ്ക്രാച്ചായി വേറെ വണ്ടിമ്മ തട്ടിയിട്ട്. അങ്ങനെ സ്ക്രാച്ച് ആയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തോളാം, നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ടൈമിന് വേറൊരു ചങ്ങേൻ്റെ അടുത്തായിരുന്നു ഈ മസ്റ്റാങ് കണ്ടിരുന്നത്. അവനും ആ സെയിം വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ട് എൻ്റെ മിനി കൂപ്പർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൻ പറഞ്ഞു ഓൻ ആ വണ്ടി തരുമോ, പകരം ഈ മസ്റ്റാങ് എക്സ്ചേഞ്ചിന് തരാം, കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ഞാനും ആ ഡീലിന് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മസ്റ്റാങ് എടുത്തത്. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ AZ777RU ഇതാണ് എൻ്റെ നമ്പർ പ്ലേറ്റ്, അസ്രു 777. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് നിങ്ങൾ അതിശയപ്പെടുന്നു വേണ്ട. ഈ നമ്പർ പ്ലേറ്റ് ഏകദേശം 10,000 രൂപയെ വിലയുള്ളൂ എന്ന് പറയാനുള്ള റീസൺ ഒന്നുമല്ല കേട്ടോ. കാരണം ഈ നമ്പർ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ നമ്പർ പ്ലേറ്റ് മാതിരി തോന്നും. പക്ഷേ ഇവിടെ ഫാൻസി നമ്പർ, അതായത് ഇങ്ങനത്തെ പാറ്റേണിലുള്ള നമ്പറിന് 10,000 രൂപയെ വിലയുള്ളൂ. പക്ഷേ ഓൺലി, അതായത് ആ നമ്പർ പ്ലേറ്റിൽ നമ്പർ ഇല്ലാതെ വെറും നമ്മളുടെ പേര് ചെയ്താൽ പറ്റും. അതിന് നമ്മൾ 2.5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ അതാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഹിസ്റ്ററി, അതാണ് നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റോറി. കാറിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മസ്റ്റാങ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര രീതിയിലുള്ള മെയിൻ്റനൻസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മളാ ഒരു
ഒരു സ്ഥിരം യൂസിന് ആ വണ്ടി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പണികൾ വരുള്ളൂ. ഞാൻ എപ്പോഴും ആ വണ്ടി എടുക്കാറില്ല. നമ്മൾ രാത്രി, അതായത് വണ്ടി ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പോകാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡ് ഓക്കെ ആകാനും വേണ്ടിയിട്ട്, പറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ആ വണ്ടി എടുക്കൽ രാത്രി. അല്ലെങ്കിൽ അത് നേരെ ഗ്യാരേജിൽ കൊണ്ടുപോയി വെക്കും. അതൊക്കെ തന്നെ ഉള്ളൂ വണ്ടിയും നമ്പർ പ്ലേറ്റും തമ്മിലുള്ള സംഭവം. അത് വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ അതിശയപ്പെടുന്നു വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ റേറ്റിന് എടുത്ത വണ്ടിയാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊരു വ്ളോഗ് പറഞ്ഞു തരാം. വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഒരു ബെൻസോ ഒരു BM ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ശരിക്കും അവരെ ഇങ്ങനെ കാട്ടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ശരിക്കും കിങ്ങാണ്. കാരണം ഒരിക്കലും ഒരു ദുബായിലോ സൗദിയിലോ യൂറോപ്പിലൊക്കെ പോയിട്ട് വാങ്ങുന്ന വണ്ടിയല്ല അത്. നാട്ടിലെന്ന് പറയുമ്പം ലക്ഷറി വണ്ടികൾക്ക് എക്സ്ട്രാ ടാക്സാണ്. എക്സ്ട്രാ ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 100-200% ടാക്സ്. അപ്പോൾ ആ ടാക്സൊക്കെ കൊടുത്തിട്ട് നാട്ടിൽ ഈ ബെൻസോ BM ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനല്ല, അവരൊക്കെ കിങ്ങാണ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ എടുത്തത് എന്താ വെച്ചാൽ നിങ്ങൾ വലിയ അതിശയപ്പെടുന്നു വേണ്ട. നാട്ടിൽ മസ്റ്റാങ്ങിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ അത്ര റേറ്റ് എനിക്കായില്ല. അത് ഞാൻ വേറെ വ്ളോഗായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളോട് റേറ്റ് പറയാത്തത്. നമ്പർ പ്ലേറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ ആലോചിക്കുക. എന്നാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ എത്ര ആയക്കും എൻ്റെ വണ്ടിക്ക് എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം നമ്മളുടെ പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്, കല്യാണം എപ്പോഴാണ് കഴിക്കുന്നത്, അതായത് ഭാവി പെണ്ണുങ്ങളെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. പൊന്നാര കുട്ടികളെ, എനിക്ക് അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല. ഒരു പെണ്ണായാൽ മതി, മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി കിട്ടിയാൽ മതി, അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഒരു പെണ്ണ് മതി. വെറുതെ കുറേ കൺസെപ്റ്റൊക്കെ. നാളെ വാലൻറ്റൈൻസ് ഡേ ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നോട് വെറുതെ അടങ്ങാറാക്കണേ? പൊന്നാര കുട്ടികൾ, നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. എന്നാലും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ. അതായത് മാരേജ് പ്ലാൻസ് എന്നൊക്കെ പറയുമ്പം എനിക്കിപ്പോൾ ഏകദേശം 27 വയസ്സായി. ഇനി 28-ാം വയസ്സാണ്. 28 വയസ്സ് ആ ഒരു ടൈം, 28-29 ഇടയിൽ, 29 ആകണ്ട, 29 ഇടയിൽ ആണ് ഞാൻ നിക്കാഹ് കഴിക്കാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പടച്ചോൻ വിചാരിക്കുകയാണെങ്കിൽ നല്ലൊരു കുട്ടിയെ തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് ഞാൻ നിക്കാഹിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അങ്ങനെ നോക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെരക്കാർ ഇത്രയും നോക്കി വലുതാക്കി. അപ്പോൾ എനിക്ക് എൻ്റെ പെരക്കാരെ അത്ര കണ്ട് നോക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിലും, അതായത് പറ്റൂല എന്നല്ല, കാലാകാലം വരെ ഞാൻ നോക്കും. പക്ഷേ ഫ്രീ ആയിട്ട്, അതൊരു പെണ്ണ് കെട്ടിയതിന് ശേഷം നമ്മൾ പെരക്കാരെ നോക്കുന്നത് പെണ്ണ് കെട്ടുന്നത് വരെ നമ്മൾ പെരക്കാരെ നോക്കുന്നതിലും ബിഗ് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങളെ നോക്കണം, പെരക്കാരെ നോക്കണം, രണ്ടും കൊണ്ടുനടക്കണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെരക്കാരെ മാത്രം കൊണ്ടുനടന്നാൽ മതി. അപ്പോൾ നമ്മൾ പെരക്കാരെ നമ്മൾ ചെറുപ്പത്തിൽ എത്രത്തോളം നമ്മളെ ഈ ഒരു വലുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുനടന്നിക്കണോ അതിൻ്റെ ഒരു 100 ഇരട്ടി തന്നെ പറയാം എനിക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഓടി നടക്കുന്നതും ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കറൻ്റ്ലി മാരേജ് പ്ലാൻസും കാര്യങ്ങളൊന്നും നോക്കാത്തത്. 28-29 വയസ്സാകുമ്പോൾ എന്തായാലും പിടിച്ച് കെട്ടിച്ചാലേ കാര്യം ഡയലോഗ് ഇട്ടിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് യുവർ ഫ്യൂച്ചർ വൈഫ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല. അതായത് നമ്മളോട് ഓപ്പണായിട്ട് പറയാമല്ലോ. നമ്മൾ +2 കഴിഞ്ഞിട്ട് ഇവിടെ ജോർജിയയിൽ വന്നതിന് ശേഷം ഫസ്റ്റത്തെ 2 വർഷം എനിക്ക് കുറേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ആ കൺസെപ്റ്റ് പെണ്ണുങ്ങൾക്കും ഉണ്ടാവും, നമ്മൾ മാത്രം ആ കൺസെപ്റ്റ് വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത്. പെണ്ണുങ്ങൾക്കും പറ്റണ്ടേ? അപ്പോൾ കൺസെപ്റ്റ് ഫുള്ള് തലേന്ന് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ മാരേജ് പ്ലാൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള പരിപാടി, അതായത് ഇൻറ്റിമേറ്റ് ലൈക്ക് നിക്കാഹ് ആയിരിക്കണം എന്നുള്ളതൊരു എനിക്കുണ്ട്. കാരണം വലിയ ആർഭാടായിക്കാണ്ട് മറ്റേ അവാല നൈറ്റ്, ദിൽവാലി നൈറ്റ്, മറ്റേ ബുർജ് ഖലീഫ നൈറ്റ്, അറേബ്യൻ നൈറ്റ്, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. നിക്കാഹാണോ നേരെ പോവുക, മൂല്യർക്ക് കൈ കൊടുക്കുക, പെരക്കാർക്ക് കൈ കൊടുക്കുക, വാപ്പാക്ക് കൈ കൊടുക്കുക, പോരുക, മഹർ കൊടുക്കുക, പോരുക. പക്ഷേ എൻ്റെ സ്വഭാവം അത്രയും നല്ലൊരു സ്വഭാവമായതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണം വളരെ ലളിതമായി നടത്തിയത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് എന്താണെന്ന് എനിക്കിപ്പോഴും സംശയകരമാണ്. അതുകൊണ്ട് ഞാൻ ലളിതമായിട്ടുള്ള കല്യാണം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, ഓലെ തടുത്ത് വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കല്യാണത്തിന് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കും അതേപോലെ ആയിക്കോളൂ. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനായിട്ട് നമ്മളെ കല്യാണം ആർഭാടാക്കൊന്നുമില്ല, ലളിതമായിട്ടുള്ള കല്യാണം. പിന്നെ അനാവശ്യമായിട്ടുള്ള പരിപാടികൾ കാര്യങ്ങളൊന്നും വേണ്ട. അതായത് എങ്ങനെയാണോ നമ്മളുടെ ആ ഒരു ട്രഡീഷണൽ കല്യാണം, നമ്മുടെ ഖുറാനിൽ നമ്മളെങ്ങനെയാണോ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടിരുന്ന പരിപാടികളുള്ളത് അതേപോലത്തെ പരിപാടികൾ, മഹർ കൊടുക്കുന്നു, വാപ്പാക്ക് കൈ കൊടുക്കുന്നു, കുട്ടീനെ കൊണ്ടുപോയിരുന്നു, അങ്ങനത്തെ പരിപാടി മതി.
അപ്പോൾ ഇനി നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ വൈഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് കുട്ടി ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഡ്രീമോ സ്വന്തമായിട്ട് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഓളെ ഏതൊക്കെ അറ്റത്ത് എത്തിക്കാൻ പറ്റുമോ അത് ഞാൻ എത്തിക്കും. അതായത് ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലിൽ ജോബിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അതിന് ഏതറ്റം വരെ ഞാൻ പോകും, ഞാനത് എത്തിച്ചു കൊടുക്കും. അവർക്ക് ജോബ് ചെയ്തിട്ട് അതായത് ഏതൊക്കെ ജോബിലാണ് എത്തിക്കേണ്ടത് അതിന് എന്തൊക്കെ ഞാൻ ചെയ്യണോ അത് ഞാൻ ചെയ്തു കൊടുക്കും. അത് എൻ്റെ ഭാഗത്തുനിന്ന് ആസ് എ ഹസ്ബൻഡ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു വൈഫിന് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ടത് അത് ഞാൻ ചെയ്തു കൊടുക്കും. അല്ലാതെ നമ്മൾ പഴയ കാക്കാരുടെ സ്വഭാവം എടുത്തൊരു കാര്യമില്ല. ഒരു +2 വരെ പഠിച്ചത് നമ്മളെ റൂമിലത്തെ അടുക്കള കഴുകാനോ ബാത്റൂം കഴുകാനോ നമ്മളുടെ ഡ്രസ്സ് അലക്കാനോ ഒന്നുമല്ല. ഓര് പഠിച്ചത് ഓർക്ക് ഒരു ഗോൾ ഉണ്ടായതുകൊണ്ടാണ്, ഓർക്ക് ഇന്ന സംഭവങ്ങൾ ഓർക്ക് മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഓരത് ചെയ്യണം. അത് ഓർക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചൂരലെടുത്ത് ചെയ്യിപ്പിക്കും. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെന്താ വെച്ചാൽ കുക്കിംഗ് അറിയണമെന്നില്ല. എനിക്കറിയാം കുക്കിംഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. പിന്നെ സ്വന്തം പാത്രം ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്. കുട്ടീനെ കൊണ്ട് കേൾക്കണം എന്നില്ല. ഇനി അവർക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാം. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്ത് ശീലിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അപ്പോൾ കുക്കിംഗ് അറിയാത്തൊരു കുട്ടിയാണെങ്കിലും ഞാൻ പഠിപ്പിച്ചോളാം. അപ്പോൾ എന്താണ് അതൊക്കെ തന്നെ. അതായത് സ്വന്തമായിട്ടൊരു ഗോൾസും ഡ്രീംസും ഉള്ളൊരു കുട്ടിയായിരിക്കണം ഫസ്റ്റ് പോയിന്റ്. അടുത്ത കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനുള്ള ഒരു കുട്ടിയായിരിക്കണം. ഓക്കെ. പിന്നെ കരിയർ ഫോക്കസ്ഡ്. അതായത് ഇപ്പോൾ എന്ത് കോഴ്സാണോ പഠിക്കുന്നത് അത് ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം ഏതൊക്കെ ലെവലിൽ എത്താൻ പറ്റുമോ ആ ലെവലിൽ എത്താനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. ബാക്കി ഞാൻ നോക്കിക്കൊണ്ട് പരിശ്രമിച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റണത് ഞാൻ ചെയ്തുതരും. പിന്നെ ഫാമിലി ഓറിയൻറ്റഡ്. അത് അതായത് ഇപ്പോൾ എൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും അവളുടെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും അത് സ്വന്തം വീട്ടുകാരാണെന്നുള്ളൊരു മൂഡിൽ ഇപ്പോൾ ഞാനാണെങ്കിലും നിൽക്കണം, വൈഫാണെങ്കിലും നിൽക്കണം, ഹസ്ബൻഡാണെങ്കിലും നിൽക്കണം. സ്വന്തം വീട്ടുകാർ, അതായത് നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയിട്ടുള്ള നമ്മളുടെ പാരൻസ്, ഇപ്പോൾ അവളുടെ പാരൻസ് ആണെങ്കിലും എൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും അവരെ പൊന്നുപോലെ നോക്കണം. അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെ നോക്കാൻ ഒരാൾ എന്നുള്ള നിലക്കല്ല ഞാനൊരു വൈഫിനെ നോക്കണത്. അത് നോക്കുകയാണെങ്കിൽ തന്നെ കാരണം ഇത്രയും ഞാൻ സ്വന്തം കാലിൽ നിന്ന് പഠിച്ചു, സ്വന്തമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഇനിയും ചെയ്യാൻ കഴിയും. എനിക്ക് വേണ്ടതൊരു കമ്പാനിയനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ നോക്കാനായിട്ടൊരാളല്ല എനിക്ക് വേണ്ടത്, എനിക്കൊരു കൂട്ടിനൊരാളാണ് എനിക്ക് വേണ്ടത്. അതായത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫ്യൂച്ചർ ഡിസ്കഷൻസും നമ്മൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരുടെ കരിയർ ഫോക്കസ്ഡ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ. ഇന്നെ നോക്കാനായിട്ട് ഒരാളെ എനിക്ക് ആവശ്യമില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് കുക്കിംഗ് അറിയാം, എനിക്ക് സ്വന്തമായിട്ട് വാഷിംഗ് അറിയാം, എനിക്ക് സ്വന്തമായിട്ട് പ്ലേറ്റ് കേൾക്കാൻ അറിയാം, എനിക്ക് സ്വന്തമായിട്ട് കൈ കേൾക്കാൻ അറിയാം, എനിക്ക് സ്വന്തമായിട്ട് കുളിച്ചാനറിയാം. അങ്ങനത്തെ വേറെ സീനുകളൊന്നും നമുക്കില്ല. നമ്മൾ ഇത്രയും കാലം സ്വന്തം കാലിൽ നിന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇന്നെ നോക്കാനായിട്ടൊരു പെണ്ണിനെ കൊണ്ടുവരുന്ന പരിപാടിയല്ല നമുക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പെണ്ണ് കെട്ടി ആ പെണ്ണിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ, അതായത് മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ കരിയർ ഫോക്കസ്ഡ് തന്നെ. അതായത് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന എന്താണോ അതിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കാൻ ഞാൻ ഏതൊക്കെ അറ്റം പോകണോ അത് ഞാൻ പോകും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് പ്ലാൻസും കൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ വൈഫ്. അപ്പോൾ അടുത്ത നമുക്ക് വന്നൊരു ചോദ്യമാണ്, നിങ്ങളും കല്യാണം കഴിഞ്ഞാൽ മാറുമോ എന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബാസിൽ നാട്ടിൽ നിന്ന് നമ്മളെ വിട്ടുപോയി നമ്മളെ ഇതാക്കി ഫുള്ള് പെണ്ണുങ്ങളൊപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം ആയിരിക്കും ഒരു ഈ ചോദ്യം ചോദിച്ചത്, നിങ്ങളും കല്യാണം കഴിഞ്ഞാൽ മാറുമോ എന്ന് ചോദിച്ചത്. ഒരിക്കലും ബാസിൽ കല്യാണം കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ മാറുക വെച്ച് കഴിഞ്ഞാൽ ഞാനും മാറില്ല. കാരണം നമ്മളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്, നമ്മളെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ആ ഒരു ഇതുണ്ട്, ടൈം പീരീഡ്. അത് വിട്ടിട്ട് നമ്മൾ വേറെ പരിപാടി ചെയ്യരുത്. ഞാൻ എല്ലാത്തിനും ഈക്വൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ വർക്കിനാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കൾക്കാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പാരൻസിനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ തുല്യതയോടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ വൈഫ് വന്നു കഴിഞ്ഞാൽ വൈഫിനും ഞാൻ തുല്യതയോടെ ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ അത് വിചാരിച്ചിട്ട് ഞാൻ സുഹൃത്തുക്കളെ മറക്കുക, അല്ലെങ്കിൽ പെരക്കാരെയും വൈഫിൻ്റെ അടുത്ത് മാത്രം പോയി നിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മളായിട്ട് തന്നെ ജീവിക്കുക. അല്ലാതെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വിചാരിച്ച് മാറാതെത്തത്
അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണെട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കുറേ ആൾക്കാരുടെ സിറ്റുവേഷൻസ് മനസ്സിലാവും. എല്ലാവരും മാറിപ്പോണതൊന്നുമല്ല, ഓരോരുടെ സിറ്റുവേഷൻ കാരണം മാറിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പം ചില ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, കല്യാണം ഒരു കഴിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, നമ്മളോട് എങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഒരു സുഹൃത്തിന് കല്യാണം കഴിഞ്ഞ് നമ്മളോട് മാറാൻ കഴിയുമോ? അങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ബാസിൽ ഇങ്ങനെ 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 ഇളക്കാനും തിരിച്ചാനും വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇടണമായിരുന്നു. ഞാൻ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓനും അവൻ്റെ വൈഫിൻ്റെ അടുത്ത് നിക്കാഹ് കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം ഞാൻ ബാസിലിനെ വിളിച്ചിട്ട് ഇറക്കാനോ ഇജ്ജ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാനോ ഒന്നും നിന്നില്ല. കാരണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഓരോരുടെ സിറ്റുവേഷനാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അത് അല്ലെങ്കിൽ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ തേങ്ങ മാങ്ങ ഫ്രണ്ട്സ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഇനി ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. എനിക്ക് യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 22ഓളം രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ്. നോർവേയിൽ തന്നെ ലൊഫോട്ടൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. എപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലേക്ക് ഞാൻ പോകും. കാരണം അത് ജസ്റ്റ് ഒരു ഐലൻഡ് അല്ല, അതൊരു ഡിഫറെൻറ്റ് പ്ലാനറ്റാണ്. അങ്ങനെ തന്നെ നമുക്ക് തോന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടെന്നെ അറിയണം. കാരണം നോർത്തേൺ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ വീടുകളുടെ ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സ്ട്രക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ ഇത്ര മലകൾ ചുറ്റും സറൗണ്ട് ചെയ്തിട്ട് നിൽക്കുന്നതും അതിൻ്റെ ആ താഴ്വാരത്ത് റിവേഴ്സും അതിൻ്റെ ഇടയിൽ ഈ ചെറിയ ചെറിയ വീടുകൾ, കുഞ്ഞു കുഞ്ഞു വീടുകളും അതിൻ്റെ നടുവ് കൂടെ ഭയങ്കര അടിപൊളി റോഡും ഇത് കണ്ട് അതായത് കണ്ണ് പൂട്ടിയിട്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ 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 4 ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് അടിപൊളി ഫോട്ടോ ആയിക്കാരം. അങ്ങനത്തെ സ്ഥലമാണ് ലൊഫോട്ടൻ ഐലൻഡ്സ്. അപ്പോൾ ഞാൻ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ലൊഫോട്ടൻ ഐലൻഡാണ്. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ലൊഫോട്ടൻ ഐലൻഡ് തന്നെയാണ്, നോർവേയിൽ. ഇൻഷാ അല്ലാഹ് പോകാൻ ആഗ്രഹം നല്ലോണ്ട്. അള്ളാഹു അതിന് അവസരം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ, അതാണ് അടുത്ത വന്നിട്ടുള്ളൊരു ചോദ്യം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ചിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റാണ്, ഉയരങ്ങളാണ് എനിക്ക് പേടി. ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നൊക്കെ നിങ്ങളുടെ അടിയൊക്കെ നോക്കുക, ഫ്ലൈറ്റ് കയറുക, പുറത്ത് പറയണ്ട, ഫ്ലൈറ്റ് കയറാൻ നല്ല പേടിയുള്ള ആളാണ് ഞാൻ. കാരണം 10-22 രാജ്യം എങ്ങനെ കവർ ചെയ്തു നിങ്ങൾ പാലിക്കണ്ടാവും. അതൊക്കെ അപ്പത്തെ ഒരു ഇതിൽ പോകണതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ നല്ല പേടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഫ്ലൈറ്റ് ഇത്ര ഹൈറ്റ് പോകുമ്പോൾ എൻ്റെ ഓരോ ചിന്തകൾ കയറി വരാണ്ട് എനിക്ക്. കാരണം യൂട്യൂബാണ് തുറന്നു കഴിഞ്ഞാൽ സജഷൻസ് ആയിട്ട്, കാരണം ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം കൊണ്ട് മുന്നിൽ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യാൻ വിചാരിക്കുകയാണെന്ന് കൂട്ടിക്കുള്ളൂ. ഞാനിപ്പം നാളെ നാട്ടിൽ പോകാൻ വിചാരിക്കുകയാണ്, ഞാൻ ടിക്കറ്റ് എടുത്തു. കറക്റ്റ് ടൈമിൽ യൂട്യൂബിലാണ് വരും ഹോം സ്ക്രീനിൽ ഫ്ലൈറ്റ് ക്രാഷ് ഇൻ ബെർലിൻ, ഫ്ലൈറ്റ് ക്രാഷ് ഇൻ ബെലാറൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് കാണാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കാണും ചെയ്യുമ്പോൾ അത് ഒരു ഹരാണല്ലോ നമുക്ക്. ഇതിങ്ങനെ കണ്ടിരിക്കും ഒരു 15-20 മിനിറ്റോളം ഈ ഫ്ലൈറ്റ് ക്രാഷിൻ്റെ വീഡിയോസ് കണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ പിറ്റേന്ന് പേടിയോടെ അങ്ങനെ നിൽക്കും ഞാൻ. ഇനിയിപ്പോൾ ഒന്ന് ഫ്ലൈറ്റ് പോകണ്ടേ, എന്താ ചെയ്യുക. അതായത് ഞാൻ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പറയാത്ത ദിക്കറുണ്ടാവില്ല, പറയാത്ത വേദം മൂത്തും എല്ലാം പറഞ്ഞുകൊണ്ടേക്കാണ് ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുക. ഖുറാനിൽ, അതായത് മൊബൈലിൽ ഖുറാൻ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫുൾ സൂറത്ത് ഓതിയാണ് ഇങ്ങനെ ഇരിക്കുക. കാരണം പേടി, ഫ്ലൈറ്റ് പേടി, ഹൈറ്റ് പേടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും സ്കൈ ഡൈവ് എങ്ങനെ ചെയ്തതെന്ന്. അതിന് വേറെ കോമഡി ഉണ്ട്. സ്കൈ ഡൈവ് ഞാൻ ഇവിടുന്ന് ജോർജിയയിൽ നിന്ന് ബുക്ക് ചെയ്തു. എൻ്റെ സുഹൃത്തുക്കൾ, മാന്യരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ജോർജിയയിലുള്ള ഫർസീനും സൽമാനും എന്നെ പിരികേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഇജ്ജ് ധൈര്യം ഉണ്ടെങ്കിൽ സ്കൈ ഡൈവ് ചെയ്യ്, എനിക്ക് ഇത്ര ധൈര്യം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ധൈര്യം നിങ്ങൾ കണ്ടുകൊള്ളിയാണ്. ഞാൻ നേരെ ഓൺലൈനിൽ സഫാരി തുറന്നിട്ട് സ്കൈ ഡൈവ് ദുബായ് ബുക്കിംഗ് കൺഫേം ആയതിൻ്റെ ശേഷമാണ് അക്കൗണ്ടിൽ നിന്ന് ഒരു 70,000 ഉറുപ്പിക പോയി. ദുബായ് സ്കൈ ഡൈവിന് 70,000 ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം. അപ്പോൾ അത് എനിക്കറിയാം, എനിക്കൊരു 60,000 വരെ ഞാൻ ആലോചിച്ചിട്ടുള്ളത്. അക്കൗണ്ടിൽ നിന്ന് 70,000 പോയി, കാരണം ദിർഹംസിലാണല്ലോ അവിടെ കാണിക്കുക. അപ്പോൾ ഞാൻ 70,000 പോയതിൻ്റെ ശേഷം, കാരണം എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ മാറ്റി വെച്ചിന്. കാരണം എൻ്റെ ഒരു 1 ഇയറോളം ഞാൻ ഓരോ മാസം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വെച്ച് ഒരു കൂട്ടി വെച്ചുണ്ടാക്കിയതാണ് അത്. പക്ഷേ ഞാൻ ചാടാൻ പേടിയായതുകൊണ്ട് മാത്രം ഞാനത് ബുക്ക് ചെയ്യാതെ ഇവർ പിരികേറ്റിയതിന് ശേഷം ഞാനത് ബുക്ക് ചെയ്ത്, പിന്നെ ഇത് ക്യാൻസൽ ചെയ്ത പൈസ തരുമല്ലോ ഇവർ. അപ്പോൾ ഞാൻ ആ ധൈര്യത്തിൽ തന്നെ നിന്നിട്ടോ, അന്ന് ഓക്കെ ദുബായിലെത്തട്ടെ, 20 ദിവസം ഉണ്ടല്ലോ, 20 ദിവസം എനിക്ക് ധൈര്യം സ്വരൂപിക്കാമല്ലോ. അങ്ങനെ ദുബായിലെത്തി.
ദുബായിലെത്തി നാളെയാണ് സ്കൈ ഡൈവ് ചെയ്യേണ്ട ദിവസം, അത് ചാടേണ്ട ദിവസം എന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പേടി തുടങ്ങി. പേടി പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം, കിടുകിടാ വിറക്കിന് ഞാൻ. കാരണം ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണും. സ്കൈ ഡൈവ് ക്രാഷ്, പാരച്യൂട്ട് തുറന്നില്ല, 2 പാരച്യൂട്ട് ഫെയിലിയർ, പാരച്യൂട്ട് തുറന്നിട്ട് അത് പൊട്ടിപ്പോയി, പാരച്യൂട്ട് തുറന്നിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റി, കാറ്റടിച്ചിട്ട് കറങ്ങിപ്പോയി. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പേടിയായിട്ട് ഞാൻ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എന്തായാലും പോകണമല്ലോ, കാരണം റീഫണ്ടിന് പൈസ പോലും തരൂല. അപ്പം പോയി നോക്കിയപ്പം ഓരോട് ഞാൻ ചോദിച്ചു, ഇവിടെ വന്നിട്ട് ഈ റീഫണ്ട് എന്തെങ്കിലും ചെയ്തു തരാമല്ലോ ഓപ്ഷൻ? നോ, ചെയ്യണമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ പൈസ പോയി, 70,000 റുപ്പീസ് പോയി. അപ്പോൾ ഞാൻ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ചിട്ട് ഞാനത് ചെയ്തു. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം പൈസ തിരിച്ച് കിട്ടൂല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്ന് പറയുന്നത് ഹൈറ്റാണ്. അല്ലാതെ പിന്നെ പടച്ചോനും ഹൈറ്റും. പടച്ചോനല്ലാതെ നമ്മൾ വേറെ ആരും പേടിക്കരുത് മക്കളെ. പക്ഷേ എനിക്ക് ഉയരങ്ങളും പേടിയാണ്, അതാണ് കോമഡി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ ഫ്രണ്ട്ഷിപ്പ് ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്, അതായത് നമ്മളുടെ ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയ വലിച്ചു നീട്ടേണ്ട പരിപാടിയൊന്നുമല്ല. ഇത് നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളെടുത്ത് നിന്ന് നമ്മളൊന്നും അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ അയാളെ ഫ്രണ്ടായിട്ട് കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് ഒന്നും അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളായിട്ട് തന്നെ നിൽക്കുക. അവർ ചിലപ്പോൾ നമ്മുടെ നിന്ന് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മളുടെ 100% ഇട്ടുകയാണ് നമ്മൾ അവരെ സഹായിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളത് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിലെനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയത് ഹനാൻ്റെ കേസിലാട്ടോ. നിങ്ങൾക്ക് ഓർത്താൽ അതായത് കിട്ടും, കാരണം ഹനാൻ അവൻ്റെ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ പരിചയപ്പെട്ടു, അതിനുശേഷം ഞാൻ പോയി. പിന്നെ 2020 നമ്മൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആവണത്. കാരണം അതിൻ്റെ ഇടയിൽ നമ്മൾ ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. 2020 ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഹനാൻ്റെ അടുത്തേക്ക് വന്നു. അന്ന് ഹനാൻ പറഞ്ഞു, നമ്മൾ പാട്ട് ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അന്ന് ഞാൻ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്യാമറ സ്റ്റോറിൽ പോയിട്ട് ക്യാമറ റെൻറ്റിനെടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ട് ഞാൻ റെൻറ്റിനെടുത്തിട്ട് ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ക്യാമറ തിരിച്ചു കൊടുത്തു, എഡിറ്റ് ചെയ്ത് ഞാൻ അവന് കൊടുക്കും. ഞാൻ അങ്ങനെ ഒരു 4-5 സോങ്സ് അവൻ്റെത് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ഇടും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അന്ന് ക്യാമറ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ഞാനതൊന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് ഞാൻ അവന് കൊടുക്കും. അന്ന് ഓൻ ഏകദേശം ഒരു 900-1000 ഫോളോവേഴ്സൊക്കെ ഉള്ളൂ ആ ഒരു ടൈമിന്. അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ അവന് പിന്നെ നമ്മൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ഞാൻ ജോർജിയയിലേക്ക് കയറുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഏകദേശം 2020 അവൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ നമ്മൾ 900 കണ്ടിയിലൊരു പ്ലേസ് പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ അവൻ്റെ മുസ്തഫ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ എന്നോട് പറയുന്നുണ്ട്, ഓന് അങ്ങനത്തെ ഒരു ട്രിപ്പ് മൂഡിൽ പോയി കഴിഞ്ഞാൽ ഓനിങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ വരാനുള്ളത്, നാളെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിടണം. വേണ്ട സോറി, നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ബെഡ് കിടക്കാം, ഇജ് വന്ന് ഗെയിം കളിച്ചിരിക്കാം. ഞാൻ പറഞ്ഞു മണ്ട കുത്തും, പോകുന്നുണ്ട് പാടിക്കോ, ഇതെന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം, ജസ്റ്റ് വീഡിയോ എടുത്താൽ മതി. അങ്ങനെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ചെയ്തിരുന്ന തൊല്ലുകൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ സൈലൻ്റ് ആക്കണം എന്നാൽ മതി. അത്രയും ആളുകളുണ്ട്. എല്ലാവരെയും അടുക്കി പൊടിക്കി ഞാൻ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഡോറ് ലോക്ക് ചെയ്ത് പാട്ട് ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ തന്നെ എക്സ്പോർട്ട് എടുത്ത് കൊടുക്കും. പറയുമ്പോൾ അന്ന് ഏകദേശം ഒരു ഓൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിന് എനിക്കൊന്ന് 4000-5000 ഫോളോവേഴ്സായി. ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്തു കൊടുത്തത്. എനിക്കെന്താണോ എനിക്കന്ന് ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെ 100% എഫേർട്ട് ഇട്ടുകയാണ് ഞാൻ അത്രയും ചെയ്തു കൊടുത്ത്. അൽഹംദുലില്ലാ, ആ ബർത്ത്ഡേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത പാട്ട് ഭയങ്കര ഹിറ്റായി. അതാണ് എൻ്റെ ഫസ്റ്റ് വൈറൽ സോങ്. അതിനുശേഷം ഹനാൻഷ ആയി എന്ന് തന്നെ പറയാം. ഏകദേശം നമ്മൾ ആ 900 കണ്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ ഏകദേശം 4 മണിക്കൂറേ ഉള്ളൂ. നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും അവൻ്റെ ഫോളോവേഴ്സ് 5000 എന്നുള്ളത് 50,000-60,000 ആയി. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് ആ വീഡിയോ ഓൻ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള എഫേർട്ടുകൾ എല്ലാ ഫ്രണ്ട്ഷിപ്പിലും നമ്മൾ ഇടുക. കാരണം തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളാൽ കഴിയുന്ന സംഭവം നമ്മളുടെ ഫ്രണ്ട്സിൽ നമ്മളൊരു ട്രസ്റ്റ് വെക്കുക. ഓക്കെ, ഇവന് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ ഒരു നിലയിലെത്താൻ പറ്റും, അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളത് ചെയ്ത് കൊടുക്കുക, അത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹനാനിപ്പോൾ ഒരു നിലയിലെത്തി അൽഹംദുലില്ലാ. ഓനെക്കൊണ്ട് ഇപ്പം എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുന്നു ഓനത് ചെയ്തിരുന്നുണ്ട്.
അപ്പോൾ അതാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യരുത്. അത് കണ്ടറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സംഭവം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് കണ്ട് അത് നടക്കാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറാവുന്നതും പ്രശ്നങ്ങളാവുന്നതും സംഭവങ്ങളാവുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് 100% എപ്പോഴും ചിരിച്ച് കളിച്ചൊക്കെ തോന്നുന്നുണ്ടോ? പ്രശ്നങ്ങൾ എല്ലാ ഗ്യാങ്ങിലും വരാറുണ്ട്. പക്ഷെ ഞങ്ങളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. അതായത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അത് നമ്മൾ മെച്യൂർഡായിട്ട് ഡീൽ ചെയ്യുക. അത് ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ എന്ത് ചെറിയ കേസാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനനുസരിച്ച് ഡീൽ ചെയ്യുക. അത് ഇങ്ങനെയല്ലേ, അതൊക്കെ ഇത്ര ചെയ്താൽ പോരെ, ഇനി ഇത്ര പ്രശ്നമാക്കണോ? അപ്പോൾ ഓൽക്ക് തന്നെ ഒരു ബോധം വരും, ഇതിങ്ങനെ ചെയ്താൽ പോരെ, ഇതിപ്പോൾ എന്തിനാ ഞാൻ ഇത്ര പ്രശ്നമാക്കണത്, ഇത്ര ചെറിയ സീനല്ലേ ഉള്ളൂ. ലോകത്ത് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു ഗ്യാങ് ഇങ്ങനത്തെ സംഭവങ്ങളിൽ. നമ്മളെന്ത് ചെയ്യുക, നമ്മളുടെ ഈഗോ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തിരിച്ച് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം കലാകാലം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അത് 100% അങ്ങോട്ട് ചെയ്യുക, ഒരെന്താണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ട് ചെയ്യുക. പക്ഷേ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഹൗ ടു മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പിൽ. അങ്ങനെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ടിൽ നൗ എനിക്കിപ്പോഴും ആലോചിച്ചാൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരൊറ്റ മെമ്മറി മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഞാനും ഉമ്മയും ഒരു കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ഒരു കട, ഒരു നോർമലൊരു ഷോപ്പ്. ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു പെപ്സി ക്യാൻ ഉണ്ട്. ഞാൻ അതിന് ചൂണ്ടിക്കാട്ടിയാണ്ട് ഉമ്മ പ്ലീസ്, ഉമ്മ വാങ്ങിത്തരില്ല. 2-3 വട്ടം ഞാൻ ചോദിച്ചു, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ 18ാമത്തെ അടവിറക്കി. നേരെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗട്ടർ ഉണ്ടായിരുന്നു, ചളി മൂടി കിടക്കുന്ന ഒരു ഗട്ടർ, വെള്ളം ഒക്കെ നിറഞ്ഞിട്ട്. ഞാൻ നേരെ പോയിലേക്കാണ് ചാടി. പുതിയ ഷൂസും സോക്സും ഡ്രസ്സൊക്കെ കണ്ട് ചളി പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കി ചിരിച്ചാൻ തുടങ്ങി. ഉമ്മാക്ക് ഭ്രാന്ത് അടിച്ചാണ്ട് നേരെ ഉമ്മ എന്ത് ചെയ്ത്, കാരണം വാങ്ങി തരില്ലല്ലോ, അതായത് അല്ലെങ്കിൽ ആ ചളിയിൽ നിന്ന് നീച്ച് പോരില്ലല്ലോ ഞാൻ. അപ്പം ഉമ്മ എന്ത് ചെയ്തു, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പെപ്സി വാങ്ങി. ഞാൻ ഫുള്ള് ഹാപ്പി, പെപ്സി കിട്ടി. എന്നിട്ട് പെരിയിൽ പോവാണ്. പെരിയിൽ പോയിട്ട് ഉമ്മ നേരെ ടേബിളിൽ പെപ്സി വെച്ചു. ഞാനിങ്ങനെ ആ കസാരയിലിരിക്കുന്നു. പെപ്സി പൊട്ടിച്ചതും എൻ്റെ വിചാരം എന്താ, ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനാണെന്നാ. നേരെ അമ്മ വാഷ് ബേസ് കൊണ്ട് ഒഴിച്ചിട്ട് എന്തേ പെപ്സി കിട്ടിയില്ല എനിക്ക് ചോദിച്ചു. ഞാനിവിടെ കരഞ്ഞ്. ഉമ്മ ഇവിടെ കരഞ്ഞതിൻ്റെ പുറമെ ചട്ടൊക്കെ എടുത്ത് 4 അടി ഇഞ്ഞിച്ച് കാട്ടും ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വെച്ചു. ആ ഒരു മെമ്മറി ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കാത്തൊരു മെമ്മറിയാണ്. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് നമ്മൾ പോയൊരു സാധനമാണത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പെപ്സി കിട്ടൂല, അപ്പോൾ നമ്മുടെ 18ാമത്തെ അടവ് ഇറക്കുന്നു, പെപ്സി വാങ്ങുന്നു, നമ്മൾ മിഷൻ സക്സസ് ആവുന്നു, പെരി പോയിട്ട് ഇത് കുടിക്കാനുള്ളൊരു പ്ലാൻ ഇടുന്നു. പെരി പോകുമ്പോൾ ഉമ്മ നേരെ അത് വാഷ് ബേസിലേക്ക് പോയിക്കുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഹൗ ടു ബിക്കം ഡിസിപ്ലിൻഡ് ഇൻ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ര ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡയറ്റ് അല്ലെങ്കിൽ ഒരു നമ്മളുടെ വർക്കൗട്ട്, ജിമ്മ്, പിന്നെ നമ്മളുടെ വർക്ക്, അതായത് നോർമൽ ഓഫീസ് വർക്ക്സ്, പിന്നെ നമ്മളായിട്ട് പാഷനിട്ട് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ കമ്പനിത്തെ വർക്ക്സ്, ഇതൊക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് കൊണ്ടുനടക്കുക എന്നുള്ളത്. നമ്മളുടെ ബോഡി നമ്മളുടെ കയ്യിൽ പഠിച്ചോ തന്നതെന്ന് വെച്ചാൽ അത് നമ്മളുടെ രീതിയിൽ കൊണ്ടുനടക്കാതെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാനാണ്. നമ്മളുടെ രീതിയിൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് വേണമെന്നൊരു ജങ്ക് ഫുഡ് അടിച്ച് കയറ്റി പള്ളൊക്കെ ചാടി നമ്മളെ ബോഡിനെ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് നടക്കാം. പക്ഷേ ഞാൻ ഡയറ്റ്, വർക്കൗട്ട് അല്ലെങ്കിൽ ഓഫീസ് വർക്ക്സ്, അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വൃത്തിക്ക് കൊണ്ടുനടക്കലുണ്ട്. ഇപ്പോൾ ഓഫീസ് വർക്ക് ആണെന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റ് ഡിസിപ്ലിൻഡ് ടൈം അതിന് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കറക്റ്റ് കീപ്പ് ചെയ്ത് പോകും. ഇപ്പം ഡയറ്റ് ആണെന്നുണ്ടെങ്കിലോ, ഞാൻ ഇന്നിപ്പം ഒരു KFC അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഞാനത് കോപ്പപ്പ് ചെയ്യും. നാളെ വൈകുന്നേരം വരെ ഞാൻ ചിലപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കും. അതങ്ങനെ കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകും ഞാൻ. അപ്പോൾ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും കീപ്പ് ചെയ്യുക, നമ്മൾ വർക്കൗട്ട്, എക്സസൈസ് കാര്യങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കുക. കാരണം ഞാൻ ഇപ്പോൾ ജിമ്മിലല്ല പോലെ, ഇപ്പോൾ ഞാൻ ബോക്സിങ്ങിനാണ് പോലെ. ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര രീതിയിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്
കീപ്പ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലേറെ വലിയൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാനില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ബോധം ഉണ്ടായാൽ മതി. ഹൗ ടു ബിക്കം ഡിസിപ്ലിൻഡ് ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടേതിൻ്റെ ബോധം ഉണ്ടായാൽ മതി. ഇപ്പോൾ നമ്മളുടെ ബോഡി പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചത് നമ്മളുടെ ബോഡി നമ്മൾ തന്നെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാനാണ്. ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നാലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂ. ഒരുവിധം എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ യൂട്യൂബ് റവന്യൂ. അത് ഞാൻ കണ്ടിട്ടില്ല ഒരുവിധം എല്ലാവരും ഇത് പറയുന്നത്. യൂട്യൂബ് റവന്യൂ ഇത്രയാണ്, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇത്ര വരുമാനം വന്നു, അത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ടാക്സ് കാര്യങ്ങൾ ഇന്ത്യയിൽ കൊടുക്കണം. അത് ഇന്ത്യത്തെ റൂളാണ്. അല്ലാതെ നമ്മൾ കള്ളപ്പണമൊന്നുമല്ല. യൂട്യൂബിൽ നിന്ന് പ്രോപ്പറായിട്ട് നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം വരുന്നുണ്ട്. അത് നേരെ അതിനനുസരിച്ചുള്ള ടാക്സ് നമ്മൾ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള പൈസ നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളോട് പറഞ്ഞു വിചാരിച്ചിട്ട് മല മറിയൊന്നുമില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള പൈസ എന്ന് പറയുന്നത് ഏകദേശം ഡിസംബറത്തെ വരുമാനം ഞങ്ങളോട് പറഞ്ഞു 23,000-24,000 രൂപ. ജനുവരിത്തെ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 95,000 രൂപയാണ്, 1,00,000 അടുത്ത്. ഫെബ്രുവരിത്തെ ഇൻകം ഇപ്പം ഫെബ്രുവരിത്തെ കണക്കെടുപ്പ് ഇപ്പം യൂട്യൂബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ടിൽ ആയത് ഒരു 35,000 രൂപയാണ്. അപ്പോൾ ടോട്ടലി ഞാനിപ്പോൾ ഒരു 3 മാസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് ഏകദേശം ഒരു 2,00,000 രൂപ ആ റേഞ്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം യൂട്യൂബ് ഫോക്കസ് ചെയ്തുകൊണ്ട് പോകാനല്ല ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയത്. ഇതിൽ നിന്ന് വരുമാനം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഒട്ടുമിക്ക സംഭവങ്ങളും ഞാൻ ഇതിൽ തന്നെ തീർക്കും. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പ്രേക്ഷകരുടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫ് സ്റ്റൈലിനോ എൻ്റെ സംഭവത്തിനോ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ എനിക്ക് അങ്ങനെ ഒരു പ്ലാനോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ഈ പൈസ കൊണ്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് റവന്യൂ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വലിയ സീൻ വരാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ വേറെ വരികയാണെന്നുണ്ടെങ്കിൽ ചാനൽ പോവും. പക്ഷെ അത് നിങ്ങളും കൂടി അറിയണമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം ഒരു കാര്യമാണ് യൂട്യൂബ് റവന്യൂ അറിയണം. പക്ഷെ അത് ആരും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ തോര ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും പറയുന്ന സ്ഥിരം ഡയലോഗ് പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ജനുവരിയിൽ ഞാൻ അത്രത്തോളം വ്ളോഗ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ എനിക്ക് ഏകദേശം 95,000-96,000 രൂപേൻ്റെ അടുത്ത് യൂട്യൂബിൽ നിന്ന് റവന്യൂ എനിക്ക് കിട്ടാണ്ട്. അതായത് ജനുവരിയത്തെ പൈസ എനിക്ക് ഫെബ്രുവരി 26-ന് കിട്ടുക, ഫെബ്രുവരിയത്തെ പൈസ മാർച്ച് 26-ന്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളുടെ യൂട്യൂബ് റവന്യൂ. നിങ്ങളുടെ ടൈം നിങ്ങൾ എനിക്കും വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ യൂട്യൂബിൽ നിൽക്കും. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളി. അതൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. കാരണം Q&A സെഷന് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ലൈക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക. കാരണം എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ വ്ളോഗിൽ ഭയങ്കര ആക്റ്റീവായിട്ടേ കാര്യങ്ങൾ ഇത്രയും കാലം എന്നെ കണ്ടത്. ഈ ഒരു Q&A സെഷന് ഞാൻ ഭയങ്കര സൈലൻ്റായിട്ട് ഭയങ്കര ഒരു പ്രൊഫഷണൽ രീതിയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളി. കാരണം Q&A സെഷൻ ഞാൻ അങ്ങനെ ചെയ്ത് പരിചയമല്ല. അപ്പോൾ ഇനി Q&A പാർട്ട് 2 വരികയാണെന്നുണ്ടെങ്കിലും അത് ഏകദേശം ഇതേപോലെ തന്നെയൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനും നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മോട് അറിയിക്കുക. അപ്പോൾ നമ്മളുടെ എത്രയും നേരം നമ്മളുടെ വ്ളോഗ് കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. നാട്ടിൽ നിന്നും ജോർജിയയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ബാക്കി ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കിട്ടാത്തൊരു സപ്പോർട്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. അതിനെല്ലാവരോടും തീരാത്തൊരു ഹൃദയം നിറഞ്ഞ നന്ദി തന്നെ പറയാം. അപ്പോൾ എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ നിൽക്കണം. നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ നിങ്ങൾക്ക് എന്നിലൂടെ കാണിച്ചു തരും. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ നാട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും അവസരങ്ങൾ എനിക്ക് വരും ദിവസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോവും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ എനർജറ്റിക് വൈബും കാര്യങ്ങളും അവിടെ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വേറെ തന്നെ എനർജറ്റിക് വൈബേക്കാണ് നമ്മൾ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഇത്രയും കാലം, അതായത് ഈ ഒരു 4-5 ദിവസം നാട്ടിൽ നിന്ന് ജോർജിയയ്ക്ക് വന്നതിന് ശേഷം എന്നോട് അന്വേഷണങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അസുറുക്ക ഓക്കെ അല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നാട്ടിൽ നിന്ന് വന്നതല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റായിക്കോളും. ഞാനും ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നമ്മളും പ്രവാസികളാണ്, അല്ലെങ്കിൽ നമ്മളും ഇവിടെ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസാണ് ഇൻ്റർനാഷണൽ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് നമ്മളില്ല നിങ്ങളെ കൂടെ എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. കാരണം ഞാനൊരിക്കലും വിചാരിക്കാത്ത ഒരു ഫാമിലിയാണ് എനിക്ക് യൂട്യൂബിലൂടെ കിട്ടിയത്.
അപ്പോൾ അതെന്തായാലും എന്നും കൂടെ നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി Q&A സെഷൻ പാർട്ട് 2 ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേക്കാരം ചെയ്യുക. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറെ പോസ്റ്റ് കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരാൻ പോകുന്ന വ്ളോഗുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു, അത് ഞാൻ എന്തെങ്കിലും ചെയ്യും. ഇനി എന്തൊക്കെ തരത്തിലുള്ള യൂട്യൂബ് വ്ളോഗുകളുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. എല്ലാം ഒന്നിലൊന്ന് വിടാതെ ഞാൻ ചെയ്യും, നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. പക്ഷേ നല്ല കണ്ടൻറ്റ് ആയിരിക്കണം. അപ്പം നിങ്ങളെന്തായാലും ഇന്നത്തെ ഈ ഒരു Q&A സെഷനിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ നമ്മളുടെ അടുത്ത വ്ളോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരോടും ഗുഡ് ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടുത്ത വ്ളോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരോടും ബൈ.